ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വിശാലമായിട്ടുള്ള പ്രദേശം നമുക്ക് ചെസ്റ്റ് തുറക്കാൻ ഞാൻ ബോണസ് ചെസ്റ്റ് വെച്ച് എന്തായാലും ഭാഗ്യമായി. കാരണം ഞാൻ സ്പോണായൊരു മരുഭൂമിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞ വിശാലമായ പ്രദേശമെന്ന്. ഗൈസ് കുറേ അത്യാവശ്യം കുഴപ്പമില്ല ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ റെസ്റ്റോറൻറ്റ് പിക്കാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡിനായിട്ടുള്ള അത്യാവശ്യത്തിന് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് മൈനിങ് ഒക്കെ ചെയ്തിട്ട് നല്ല പവർഫുള്ളായി കഴിഞ്ഞാൽ നല്ല സെറ്റാവും. നമുക്ക് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം ഫസ്റ്റ്. വില്ലേജ് കണ്ടുപിടിച്ചാൽ നമ്മളെ പവർ കൂടും. വില്ലേജ് ഉണ്ടെങ്കിലും നാട് കണ്ടുപിടിച്ചാലും മതി. നാട് മീൻസ് കാട്. എന്നുവെച്ചാൽ ആ കാട് വഴി ഒക്കെ അവിടെ സോഴ്സും കാര്യങ്ങളും. ഈ ഡെസേർട്ടിൽ വന്നിട്ട് നമുക്ക് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തോ ഒരു സാധനം നിധി ഒളിപ്പിച്ച് വെച്ചതാണോ? ഇത് വെറുതെ വെച്ചത്. എന്തായാലും നമുക്ക് എന്തായാലും മനസ്സിലേക്ക് എടുത്തേക്കാം. ഇങ്ങനെ ഇത് തപ്പിപ്പോണ്ട ആവശ്യമാണെങ്കിൽ ആകപ്പെടും. അന്നേരം ആലോചിച്ച് സങ്കടപ്പെടുന്നതിന് കാണുന്നത് ഇപ്പം തന്നെ എടുത്തേക്കാം. വൈസ് ഇവിടെ എന്തോ കാണില്ല. Emotional damage. ഇങ്ങനെ വെച്ചതാണ് ആ വില്ലേജിനെ പോലെ സാധനം നമ്മളെ പറ്റിക്കും. അവിടെ കഴിച്ച് മരങ്ങൾ കാണുന്നുണ്ട്. മിക്കവാറും മരങ്ങളുടെ ഭയങ്കര പക്ഷേ ഉണ്ടാ എന്ത് കഴിച്ചൊരു മരം വെച്ച് വെക്കുന്നു. ഇതെങ്ങനെ ജംഗിളാണോ ഡൗട്ട്. അങ്ങോട്ട് പോയേക്കാം. ആ ഒരു മരം തന്നെ വെട്ടി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ആ പണിയാവും. എൻ്റെ ഹങ്കർ ബാർ കൂടുന്നുണ്ട് ഗായ്സ്. ജംഗിളായിരിക്കണം ഗൈസ്. എന്തായാലും ജംഗിൾ ഫുഡ് എങ്ങനെയാണ് ഡെസേർട്ട് വന്നതെന്നാണ് എൻ്റെ സംശയം. ഭയങ്കരം തന്നെ, ഭയങ്കരം. എനിക്ക് അങ്ങോട്ട് വെട്ടാൻ മതി ഗായ്സ്. ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്കൊന്ന് ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വേണം ഗായ്സ്. അങ്ങനെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഇതിവിടെ കാണുന്നില്ല ഗായ്സ്. സെർച്ച് ചെയ്യേണ്ടി വരും മിക്കവാറും. ബോട്ട് ഗായ്സ് നമുക്ക് ബോട്ട് കിട്ടി. ബോട്ടിനൊരു ഷവലും കൂടി നമുക്ക് ആവശ്യം. ഷവലും വേണമല്ലേ? സാധാരണ ഷവൽ വേണ്ട, എന്നാലും ഈ വന്നിട്ടുണ്ട് ഷവൽ വേണം. ഒന്ന് ഷവൽ എടുക്കേണ്ടി വരും. ഷവൽ ഇങ്ങോട്ട് വരൂ. ഷവൽ ഉണ്ടാക്കി നമുക്കൊന്നും കൂടി നോക്കിയേക്കാം. പക്ഷെ ഇപ്പോഴും ആവുന്നില്ല. പ്ലാങ്സ് ആവുന്നു. ഓഫ് ബോട്ട് കുറച്ച് പ്ലാങ്സ് ഉണ്ടാക്കാം. ജംഗിൾ പ്ലാങ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഓഫ് ബോട്ട് എന്നിട്ട് കാണില്ല അല്ലേ? ജംഗിൾ ബോട്ടാണ് വൈസ്. ഓക്കെ, ഞാനിത് ഈ ക്രാഫ്റ്റിൻ്റെ കുറിച്ച് ബോട്ട് വഴി എങ്ങനെയെങ്കിലും വില്ലേജ് ചെയ്യേണ്ടതാണ് വൈസ്. ഇങ്ങനെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ലെറ്റ്സ് ഗോ. നമ്മൾ ബോട്ടിലൂടെ വിശാലമായ സമുദ്രത്തിലേക്ക് നീങ്ങുന്നു ഗായ്സ്. ഭയങ്കര വിശാലമായിട്ടുള്ള സമുദ്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പോഴൊന്നും കാണാൻ പ്രത്യേകിച്ച് കാണുന്നൊന്നുമില്ല. അവിടെ എന്താ ഐലൻഡ് പോലെ. പക്ഷെ അതൊക്കെ ഡെസേർട്ടിൻ്റെ ഭാഗമായി. ഒരു മരമുള്ള ഏരിയ പോലും കിട്ടിയിട്ടില്ല ഗൈസ് എന്ന് പറഞ്ഞാൽ.
ഒരു മരമൊക്കെ കിട്ടിയിട്ടുണ്ട്, അതങ്ങനെയല്ല പറഞ്ഞത്. സ്പീഡായി കാണിക്കാൻ കുറേ നേരം ഞാൻ യാത്ര ചെയ്തു, അതുകൊണ്ട് ഞാൻ സ്പീഡായി കാണിക്കുന്നു. ഭയങ്കര സ്പീഡായി നിങ്ങൾക്ക് വേണം. എന്നെ പറ്റിച്ചാളും ഉണ്ടാവും കിടക്കുന്നത്. ആ മരം ഒക്കെ ഇപ്പോൾ കൊടുത്ത സമയമില്ല. അപ്പോൾ ഒരു മീൻ കാണുന്നുണ്ട്. എന്തോ ഒരു മീൻ. വീണ്ടും എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വരുന്നുണ്ട്. എന്താ വയസ്സ് അവിടെ വില്ലേജ് ആണെന്ന് തോന്നുന്നു. ഗായ്സ് നമുക്ക് വില്ലേജ് കിട്ടി ഗൈസ്. നമുക്കൊക്കെ ഭാഗ്യം വില്ലേജും കാര്യങ്ങളൊക്കെ കിട്ടി. അതെ ഗായ്സ്, വില്ലേജ് ശരിക്കും വില്ലേജ് അല്ല കേട്ടോ. ഹൗസിൻ്റെ ബെഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ റെസ്പോണ്ട് വേണ്ടി വെക്കാം. ഇല്ലെങ്കിൽ ചെസ്റ്റ് ഉണ്ട്. അത്യാവശ്യം വില്ലേജിലോട്ടൊന്നുമില്ല. ഗൺ പൗഡർ, കോള്, അയൺ നട്ട്സ്. ഇനിയിപ്പോൾ രാത്രി തുടങ്ങി. ഇനി ഇവിടെ നിന്ന് പണിയാവും. ഇവിടെയല്ല, ഇനി ഞാൻ യാത്ര ചെയ്യാൻ നിന്നാൽ എന്നെ ഡ്രൗണ്ട് ആറ്റം വന്ന് കൊന്നു കഴിഞ്ഞാൽ സെറ്റായി. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം. എപ്പോൾ രാവിലെയോ അപ്പോൾ ഇറങ്ങിപ്പോവും. രാവിലെ ആയപ്പാട് തന്നെ ഞാൻ എല്ലാ ടോർച്ചും ലാമ്പും എല്ലാം മുട്ടിച്ചു. കാരണം എനിക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പോകണം. ഇതൊക്കെ അങ്ങനെയാണ് അടക്കണം ഗൈസ്. ഇപ്പോൾ ഒരു ഗ്രേ കാർപ്പറ്റും കാര്യങ്ങളും കിട്ടി. രാത്രി ഗൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ വീട്. ചെറിയ വീടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് വില്ലേജായിരിക്കുന്നു. ആകെ പറ്റിപ്പോയി ഗൈസ്. ഒരു പ്ലാഗ് വെച്ച് അടച്ചിട്ടെങ്കിൽ ഇപ്പം എന്നെ എല്ലാവരും കൂടി കൊല്ലും. വേഗം നോക്കട്ടെ. സോംബികളുടെ പൊരിപൂരമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പൊടിപ്പൂരം. സോറി ഗൈസ്, പൊടിപ്പൂരം. എൻഡർമാൻ ഗൈസ് ആയിരിക്കണം. അത് വേറുണ്ട്. ഇതിനൊക്കെ തെറ്റിദ്ധരിച്ചതാണ് സംശയമുണ്ട്. സോംബി സ്പോണാവുന്നു, ഈ സ്പോണാവുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഡൗട്ട് എൻഡർമാൻ ആണോ. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം സൗണ്ട് ഭയങ്കര മൈക്ക് റെസിസ്റ്റൻസ് കുറവാണ്. ഇനി രാവിലെ ആവുന്നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ആവാൻ താഴോട്ട് നക്ഷത്രങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയാണ്. അതൊക്കെ അവിടെ സോംബിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മളെന്നാലും വരുന്നില്ല ഗൈസ്. നമ്മളെ കാണുന്നില്ല എന്തോ. നമ്മൾ കാണാത്ത ചിലയിലുള്ളതായതോ കാണുന്നില്ല. ഗൈസ് ലൂട്ട് കിട്ടി ഗൈസ്. ഞങ്ങൾക്കൊരു ബാരൽ ഞാൻ ചെസ്റ്റ് പൊട്ടിച്ചാൽ ഞാൻ കണ്ണു പൊട്ടണേ. നല്ല ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. ഒരു സ്കെൽട്ടൻ കിട്ടി. ഇനി എനിക്ക് രാഴ്ചാവാൻ ഗൈസ്. സ്കെൽട്ടർ തലയെടുത്തിടാം. നല്ല പണം ഗൈസ്. ഞാൻ എന്നെ കണ്ടു ഞാൻ പേടിക്കും. സ്കെൽട്ടൻ പോലും തെറ്റിദ്ധരിക്കും എന്നെ. ഈ ബാരലെടുത്തേക്കാം. ലാഭമല്ലേ, എന്തിനാ വെറുതെ കളയുന്നത്. ഇനി വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇനി ഞാൻ ഇരുന്ന് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാവും. ഇതൊക്കെ പൊട്ടിക്കാം. ഇതിലെ വീട്ടിന് ഡെക്കറേറ്റീവ് പാനൽസിനെ സൂക്ഷിക്കും. അടിപൊളി. എല്ലാ എൻഡർമാൻ തന്നെ. എൻ്റേത് തെറ്റിദ്ധാരണയല്ല, സത്യമാണ് ഗൈസ്. എൻഡർമാൻ തന്നെയാണ് അത്. ഒരു ബ്ലോക്ക് നോക്കി പോകുന്നത് അവൻ തന്നെ ആയിരിക്കണം. എന്തായാലും എൻ്റെ നല്ല പാങ്ങുണ്ട് എൻ്റെ സ്കിന്ന് കാണാൻ. സ്കിന്നല്ല, സ്കെൽട്ടൻ ഇട്ടപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വേറെ ദിവസം വരുന്നതായിരിക്കും. ഇതിൻ്റെ നമ്മൾ വീഡിയോ എത്തി നല്ലൊരു വില്ലേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത എപ്പിസോഡ്. അപ്പോൾ ബൈ.